Guys, welcome back to my YouTube channel. This is Aishu and you're watching Super Cute Aishu. അപ്പോൾ ഗൈസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് അധികം വീഡിയോസ് ഇടാറില്ല. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇന്ന് തന്നെയാണ്. അതല്ല, അതിൻ്റെ മുന്നേ ഞാൻ ലാസ്റ്റ് ഇട്ട ഇങ്ങനത്തെ ഒരു വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടത് 2024 ക്രിസ്മസിനാണ്. അന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജേർണൽ കളക്ഷൻ ഫോർ ജേർണൽ മേക്കിംഗ് എന്നുള്ളത് ഞാൻ ഇന്നിട്ടതാണ്. അതിൽ ഞാൻ പറഞ്ഞിട്ടിരുന്നു അതിൻ്റെ കണ്ടൻറ്റ് ഇൻ്റർവ്യൂ വിത്ത് മൈ ബെസ്റ്റ് ആയിരുന്നു. അതിന് ഞാൻ അവളായിട്ടുള്ള ഇൻ്റർവ്യൂ പിന്നെ അവളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള Q&As ഒക്കെ ആയിരുന്നു. ഞാൻ അവളോട് 7 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഗൈസ് ആ ഒരു കണ്ടൻറ്റിലായിരുന്നു ഞാൻ അവൾക്കുള്ള Q&As ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് വോയിസ് റിവീൽ ഫേസ് അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് അവൾ ഭയങ്കര തിരക്കിട്ടിട്ട് വീട്ടിൽ നിന്ന് പോവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലാസ്റ്റ് മൊമെൻറ്റ് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് എടുത്തതാണ്. അന്ന് എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ തമ്മിലും ഞാൻ അങ്ങനെ മാറ്റി അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊന്നല്ല ഞാൻ ഇടുന്നത്. ഇന്നത്തെ കണ്ടൻറ്റ് അതിൻ്റെ ഒരു പാർട്ട് 2 ആയിരുന്നു. എല്ലാവരും കുറേ ആളുകൾ ചോദിക്കാറുണ്ട് അതിൻ്റെ പാർട്ട് 2 എന്താ വരാത്തത്. കുറേ ലോങ്ങായി ഞാൻ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അവളെൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വരാറില്ല. ഞങ്ങൾ ആനുവൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടേ അവളെൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അപ്പോൾ എനിക്ക് പാർട്ട് 2 ഞാൻ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് ഫോർ മൈ സെൽഫ് എനിക്ക് മോസ്റ്റ് ആയിട്ടുള്ള ആസ്ക് ചെയ്തിട്ടുള്ള ഒരു 10 Q&A ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഒരു 10 Q&A ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു Q&A ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ പോവാണ് ഗൈസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഏജ് എന്നുള്ളതാണ്. വാട്ട് ഈസ് യുവർ ഏജ്? അപ്പോൾ എൻ്റെ വയസ്സ് ഇപ്പം എനിക്ക് കറൻ്റ് 12 years ആണ്. ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എനിക്കൊരു 10 years ഒക്കെ ആവുന്നുള്ളായിരുന്നു. അപ്പോൾ 2 years ബാക്ക്. പിന്നെ അങ്ങനത്തെ ഞാനിപ്പോൾ 12 years ആയിട്ടുള്ളൂ ഗൈസ്. കൂടുതൽ വയസ്സൊന്നും ഇല്ല താനും. അപ്പോൾ ഗൈസ് ഞാൻ 12 years ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവരും ടിക്ക് ചെയ്ത് തന്നെ ഇട്ടോ. അടുത്തത് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ഇത് കുറച്ച് ലെങ്ത്തുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. കാരണം എനിക്ക് ടോട്ടൽ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 3 പീപ്പിൾക്ക് യൂട്യൂബ് ഉണ്ട്, ഒരാൾക്ക് മാത്രമേ യൂട്യൂബ് ഇല്ലാത്തുള്ളൂ. ഞങ്ങളൊരു കോമ്പൈൻഡ് റിലീജിയൻസാണ്. ഞാൻ മുസ്ലിം, പിന്നെ പ്രീതി ദേവനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 ഹിന്ദു, പിന്നെ യൂട്യൂബ് ഇല്ലാത്ത ആൾ ഡെയിലിന് അവൾ ക്രിസ്ത്യൻ. ഞാൻ റിലീജിയനനുസരിച്ച് കമ്പയർ ചെയ്യല്ല. ഞങ്ങളങ്ങനെ 4 കോമ്പൈൻഡ് റിലീജിയൻസ് ആസ് വെൽ ആസ് ക്യാരക്ടേഴ്സ് സ്വിച്ച് ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പലർക്കും ഇഷ്ടമുള്ളത് പലർക്കും ഇഷ്ടമില്ലാത്തായിരിക്കും. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പാണ്. അപ്പം എനിക്കിതാ ദേവനന്ദ, ഡെയിലിൻ, പിന്നെ പ്രീതി ബംഗ്ലാദേശിൽ നിന്നാണ്. ആക്ച്വലി അവൾ കേരളയിൽ നിന്നല്ല. ഞാനും ഡെയിലിൻ കേരള തന്നെയാണ്. ദേവനന്ദയും കേരള തന്നെയാണ്. ദേവനന്ദേൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഗീവ് അവേ ഉടനെ ജേർണൽ മേക്കിങ്ങിൻ്റെ ഇപ്പോൾ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാം. ഗിവ് അവേൻ്റെ മുന്നേ തന്നെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്ന അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ അല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നിട്ട് നോക്കുക വേണം കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോഴേ ക്യാപ്ഷനിൽ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഡേറ്റ് കൊടുക്കാം. കാണുന്നൊന്നും അറിയില്ല, ആ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഉണ്ടാവും. എനിവേസ്, അപ്പം 4 ബെസ്റ്റ് ഫ്രണ്ട്സ്. ബിജീഷ് അത് നമുക്ക് ബിജീഷ് അതിൽ സെർച്ച് ചെയ്താൽ നമുക്കൊരു പെൺകുട്ടീൻ്റെ ഒരു പെൺകുട്ടീൻ്റെ ഒരു സെക്കൻഡൊക്കെ ഉള്ളൊരു ഇമേജ് അല്ല കേട്ടോ, പ്രൊഫൈലല്ല, ഒരു ചാനൽ കാണും. അവർ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് ദേവനന്ദ. പിന്നെ ഓർപ്രിത ഒരു ബംഗാളി വേർഡാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രീതി ബംഗ്ലാദേശിൽ നിന്നാണ്, ധാക്ക എന്നാണ് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. അപ്പം അവൾ ഓർപ്രിത അങ്ങനെ ഒരു ബംഗാളി നെയിമൊക്കെ ഇട്ടിട്ടാണ്. പക്ഷെ നല്ല സ്വീറ്റ് ലാംഗ്വേജാണ് ബംഗാളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തിനു ഫസ്റ്റ് വാക്ക് അമിത് ബാക്കിയ ബാലഭാഷി എന്നുള്ളതൊക്കെ കുറേ ഞാൻ അങ്ങനെ ബംഗ്ല അങ്ങനെ പഠിക്കുന്നുണ്ട്. അവളപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ ബസ്സെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഓളെ വായത്ത് ബംഗ്ല നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ 4 people ഒരു ഗ്യാങ്ങിലുള്ളവരാണ്. അടുത്തത് ഹൗ മെനി സ്പെക്സ് ഡു യു ഹാവ്? ഗൈസ് അതൊരു സില്ലി ക്വസ്റ്റ്യനാണ്, അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇതും കൂടി കൂട്ടിയിട്ട് എനിക്ക് 3 ഉണ്ടാവും. 5 ആദ്യം ഞാൻ വാങ്ങിയത് അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് തടിച്ചിട്ടുള്ള ഫ്രെയിമായിരുന്നു. അത് ഞാൻ 2020 ഒരു പിങ്ക് കളറായി, ഒന്ന് പിങ്കും ഒന്ന് ബ്ലാക്ക് പോയി, ഒരു ബ്ലാക്ക് പിങ്ക് കോമ്പോലൊക്കെ വന്നു.
പിന്നെ ഞാനത് മാറ്റി. പിന്നെ ഞാൻ ഒരു കറുത്ത സാധനം വാങ്ങി, അതും കുറച്ച് തിക്കായിരുന്നു. അതായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ. അതിന് ഞാൻ ആ ഗ്ലാസ് ആയിരുന്നു ഇട്ടത്. പിന്നെ എൻ്റെ അടുത്തൊരു വൈറ്റ് ഗ്ലാസ് ഉണ്ട്. എൻ്റെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിനും ആ ഇൻ്റർവ്യൂ വിത്ത് മൈ ബെസ്റ്റീനൊക്കെ ആ വൈറ്റ് ഗ്ലാസ്സുള്ള. അതിനുശേഷം അത് പൊട്ടി. അത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ആക്ച്വലി ഞാൻ കണ്ടാടുന്നത് ഇങ്ങനെ ഇരുന്നപ്പോൾ അത് വലിച്ചപ്പോൾ അത് പൊട്ടിയതാണ് ഗൈസ്. അപ്പോൾ അതാ പിന്നെ ഞാനിതാ ഇതും മേടിച്ചു. അങ്ങനെ ടോട്ടൽ എത്രയോ ഒരു ക്ലാസ്സസ് ഉണ്ട്. ഞങ്ങളത് നീ നോക്കൂ പ്ലേ ബാക്ക് ചെയ്തിട്ട്. അപ്പം പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ കുറച്ച് സീരിയസ് ആണ്, പക്ഷെ ഭയങ്കര സില്ലി ആൻസറാണുള്ളത്. ആർ യു കമ്മിറ്റഡ്? എന്നോട് പലരും പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. നോ ഗൈസ്, ഐ എം സിംഗിൾ. സോറി ക്രിഞ്ചായതൊരു ഡൗട്ട്, എന്തായാലും സാരില്ല. ഞാൻ സിംഗിളാണ്, അത്ര വലിയ ഇതൊന്നുമല്ല. പിന്നെ വാട്ട് ഈസ് യുവർ നേഷൻ? ആസ് യൂഷ്വൽ ഇന്ത്യ ബിലോങ്സ് ടു കേരള. കേരള ബിലോങ്സ് ടു ഇന്ത്യ. അപ്പം ഡു യു ഹാവ് സിബ്ലിംഗ്? നോ ഗൈസ്, ഐ എം എ സിംഗിൾ ചൈൽഡ്. ദാറ്റ്സ് വാസ് എ സിംഗിൾ ഇൻ റിലേഷൻഷിപ്പ്, യു നോ. സോറി. ഡു യു ഹാവ് എനി പെറ്റ്സ്? എനി പെറ്റ്സ്? ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീരിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്. എനിക്ക് ആദ്യം ഞാനിവിടെ ഇങ്ങനെ നടക്കുന്നുള്ള ലോക്കൽ ക്യാറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ ഒരു പെൺപൂജന ആമിന എന്നൊക്കെ ഞാൻ പേരിട്ടുന്നു. ഒരു പെണ്ണ് ആമിന എന്ന് കണ്ടപ്പോൾ പേരിട്ട്. പിന്നെ ഞാൻ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അവളല്ല പൂച്ചനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ മേടിച്ചെടുക്കും, അത് കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കുട്ടീൻ്റെ അടുത്ത്. പൂച്ച എൻ്റെ അടുത്തിരുന്നു. അത് പിന്നെ പ്രസവിച്ചു, പിന്നെ അത് സുഖമില്ലാതായി, പിന്നെ അത് മരിച്ചു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ട് എൻ്റെ ഉപ്പ എനിക്കൊരു ദെറ എന്ന് പറയുന്ന, ഞങ്ങളതിന് പെറ്റ് പാസ്പോർട്ടൊക്കെ എടുത്തു വയസ്സ്. അതിനെക്കാട്ടി നല്ല ഞാൻ അതിനെ ഇവിടെ തന്നെ ഇട്ട് വന്നത്. അത് പിന്നെ സുഖമില്ലാതെ വന്നിട്ട് ഞങ്ങൾ വെറ്റിനെ കൊണ്ടുപോകാതിരുന്നിട്ട് എന്നിട്ട് ഞാൻ ദെറനെ പഠിച്ചു. ദെറനെ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഓൾമോസ്റ്റ് 1 year ഒക്കെ ഉള്ളതെന്ന് ഗൈസ്. പിന്നെ ഞങ്ങളിങ്ങനെ വളർത്തി 3 years ആയപ്പോൾ അതിനൊരു പണി പിടിച്ചു. ഞങ്ങൾ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയില്ല. അപ്പം തന്നെ കലാസ് മരിച്ചു. അതിലേക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ഡിപ്രഷനല്ല, കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദെറ ഉള്ളൊരു സമയത്ത് ഞങ്ങൾ വേറൊരു പെൺപൂജനെ പഠിച്ചു. കോമ്പൈനായിട്ട് കുറച്ച് 2 കൂടി ആക്കിക്കോട്ടെ വെച്ചിട്ട്. അത് ദെറ മരിച്ചപ്പോൾ ഇതിന് ഡിപ്രഷനായി എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇത് ഞങ്ങളെ വീട്ടിലിറങ്ങി. അതിൻ്റെ മുന്നേ ഞാൻ ക്വസ്റ്റ്യനൊക്കെ പകുതിയിൽ നിന്നാണല്ലോ എടുക്കുന്നത്. ദെറ ഞങ്ങൾ വാങ്ങി, പകുതിയായി. ഇതിന് അസുഖം വരുന്നതിന് മുന്നേ ഞങ്ങളൊരു പെൺപൂച്ചനെ കൂടി വാങ്ങി. അത് പ്രഗ്നൻ്റ് ആയിരുന്നു. അത് പ്രസവിച്ച് ഒരു ആൺകുട്ടീനെ തന്നു. ചിമ്പു തന്നെ ഞങ്ങളതിനെ വിളിച്ചിരുന്നത് ചിമ്പു. അപ്പം ആ ചിമ്പുവും ആ പൂച്ചയും ദെറയും മിന്നും ഉണ്ട്. ദെറ മരിച്ച സമയത്ത് ഇവൾക്ക് മിന്നുവിന് ഡിപ്രഷനായി തോന്നുന്നു. അവൾ ഇറങ്ങിപ്പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണാത്തല്ലേ ഇത്. ഇപ്പോഴൊക്കെ ഞങ്ങൾ നടക്കുമ്പോൾ കാണാറുണ്ട്, പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് തരാനല്ല, കുറച്ച് പണിയാണ്. പിന്നെ ചിമ്പു ഞങ്ങളൊരു 3 years ആയപ്പം കറക്റ്റ് ആയപ്പം ദെറൻ്റെ ഒരു ഏജിൽ തന്നെ അതും മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ മിന്നുവിനെ ഇവിടെ അടുത്തൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു നടന്നു പോകുമ്പോൾ കാണാറുണ്ട് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്കും പേർപ്പിളും. ഞാൻ ബി ടി എസിൻ്റെ ഒരു ഫാനാണ്. പിന്നെ ഒരു ബ്ലാക്ക് പേർപ്പിൾ എനിക്കൊരു നല്ലൊരു കളറായി തോന്നുന്നു. അപ്പോൾ എനിക്ക് പേർപ്പിളും ബ്ലാക്കുമാണ് ഇഷ്ടം. പിന്നെ വെൻ ഈസ് യുവർ ബർത്ത്ഡേ? അത് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഏറ്റവും ലാസ്റ്റാണ് ഗൈസ്. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജനിച്ചത് 2012 December 31 അതായത് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ ഉച്ചക്ക് ഒരു 1 o'clock ഇടയിലൊക്കെ ഞാൻ ജനിച്ചു ഗൈസ്. രാത്രിയല്ല, ഉച്ചക്ക്. അതിനുശേഷം വാട്ട് ഈസ് യുവർ സോഡിയാക് സൈൻ? എൻ്റെ സോഡിയാക് സൈൻ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സിൽ നിങ്ങൾ കാണാനും ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഉണ്ട്, കാപ്രിക്കോണും. അതിൽ ഞങ്ങൾ ഗസ് ചെയ്തിട്ട് പറയും. ഗസ് ചെയ്യുന്നതിന് പിന്നെ ഞാൻ ആൻസർ പറഞ്ഞുതരാം. ക്യാപ്രിക്കോൺ. എല്ലാവരും കമൻറ്റ് ഇട്ടുള്ളൂ ക്യാപ്രിക്കോൺ എന്ന്. എൻ്റെ സോഡിയാക് സൈൻ ക്യാപ്രിക്കോണാണ് ഗൈസ്. പിന്നെ എനിക്കൊരു കുറച്ച് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, വെൻ യു സ്റ്റാർട്ടഡ് യൂട്യൂബ്? ഞാൻ യൂട്യൂബ് ഓൾമോസ്റ്റ് 4 years, ഇത് 5th year സ്റ്റാർട്ടിങ് ആണ്. ഞാൻ 2020 August 14th ഇൻഡിപെൻഡൻസ് ഡേറ്റ് തൊട്ട് പിന്നെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഷുവറില്ല. August 2020 എപ്പോഴോ ആണ്. അത് ഞാൻ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം ഞാൻ എപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളതെന്ന്. അപ്പം വിത്ത് ദിസ് 11 questions നമ്മൾ Q&A എൻഡ് ചെയ്യാണ് ഗൈസ്. ഇപ്പോൾ ടോട്ടൽ വന്ന ക്വസ്റ്റ്യൻസ് 11 ആണ്. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ കമൻറ്റിൽ ഇരിക്കും. അടുത്തൊരു വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് ബെസ്റ്റീസിൻ്റെ ഒപ്പം വരുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. പിന്നെ ജേർണൽ മേക്കിംഗ് വീഡിയോ, പിന്നെ ലൈവ് ട്യൂണിങ് റമദാൻ ഒക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുവരെ ടാറ്റാ.